ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജോറിക്ക് ബോധം വരുന്നുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുന്നു. ബോധം പോയി ബെഡിലേക്ക് കിടക്കുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. എന്നാൽ ബാക്കി എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം ഓർക്കാൻ ശ്രമിക്കുന്നു. മനു നിത്യയെ ഏൽപ്പിച്ചതും അവിടുന്ന് ദീപന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും പിന്നെ അവിടെ വന്ന് ജീവൻ കുറെ അടികളൊക്കെ തന്ന് കൂട്ടിക്കൊണ്ടുവന്നതുമായ കാര്യങ്ങളും ഓർക്കുന്നു. എല്ലാം അറിയായിരുന്നു, പക്ഷേ കണ്ണു തുറക്കാനും വയ്യ എന്നേ ഉള്ളായിരുന്നു. ശേഷം വീട്ടിലേക്ക് കൊണ്ടുവന്നതും സുജാതയും തന്നെ കുറിച്ച് മോശമായ നിലയിൽ വിചാരിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് ജ്യോതി. ഇതേ സമയം ഹരിയുടെ വീട്ടിൽ വീണയുടെ വളകാപ്പ് ചടങ്ങ് നടക്കുകയാണ്. ഹരി റെഡിയാവാൻ വേണ്ടി വന്നിരിക്കുന്നു. കുളിച്ചിട്ട് മുറിയിലേക്ക് വന്നതായിരുന്നു ഹരി. തോർത്ത് മാത്രമാണ് ഇപ്പോൾ ഉടുത്തിരിക്കുന്നത്. അവിടേക്ക് വന്ന് ബെഡിലേക്ക് നോക്കുന്നു. അയ്യോ, എൻ്റെ മുണ്ട് ഇവിടെ വെച്ചതാണല്ലോ, ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഹരി മനസ്സിൽ വിചാരിക്കുന്നു. ആ സമയം പെട്ടെന്ന് തന്നെ ഒരു കൈകൾ നീണ്ടുവരികയും കുറച്ച് കുപ്പിവെള്ളം ഇങ്ങനെ കിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഹരി അങ്ങോട്ടേക്ക് നോക്കുന്നു. ആരാത് എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് കൈകൾ മാറി അവിടേക്ക് ഒരു കുട്ടി വന്നു. മറ്റാരുമല്ല, വന്നിരിക്കുന്നത് സംയുക്തയാണ്. സംയുക്തയുടെ കയ്യിൽ ഒരു മുണ്ടുണ്ട്. നാണത്തോടെ തിരിഞ്ഞു നിൽക്കുകയാണ് ഹരീഷ്. അയ്യേ എന്നൊക്കെ പറഞ്ഞ്. നീ എന്താ ഇവിടെ എന്നെ ദേഷ്യത്തോടെ ഹരി ചോദിക്കുകയാണ് സാംസിനോട്. സാംസ് പറയുന്നു, പറയാം, ആദ്യം ഈ മുണ്ടെടുക്കുക എന്ന് പറഞ്ഞ് മുണ്ട് കൊടുത്തു. ദേഷ്യത്തോടെ അത് വാങ്ങിയിട്ട് ഹരി ആ മുണ്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, എന്ത് തോന്നിവാസം കാണിക്കാനാണോ വിചാരിക്കുന്നത്? കാണിക്കും. ഹരിയുടെ മുന്നിൽ എന്ത് തോന്നിവാസം കാണിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് സാംസ് പറയുമ്പോൾ ഹരി പറയുന്നു, ദേ അനുവാദം ചോദിക്കാതെ എൻ്റെ മുറിയിൽ കയറരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അനുസരണയില്ലാത്തൊരു കുട്ടിയായിട്ട് കണ്ടാൽ മതി, വേണമെങ്കിൽ ശാസിച്ചോളൂ അല്ലെങ്കിൽ തല്ലിക്കോളൂ എന്നൊക്കെ സാംസ് ചിരിച്ചുകൊണ്ട് പറയുന്നു. ഹരിക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. ചടങ്ങ് കഴിയുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അറിയാലോ. ഹരിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നമ്മൾ കാണുന്നു അല്ലേ എന്നൊക്കെ സാംസ് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, നിന്നോട് പുറത്തു പോകാനാ പറഞ്ഞത്, അല്ലെങ്കിൽ പുറത്ത് ആളുള്ള കാര്യം ഞാൻ ഓർക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെടുകയാണ് ഹരി. കൂൾ, ഞാൻ ഇറങ്ങാണ്, പെട്ടെന്ന് പുറത്തേക്ക് വാ, ഫംഗ്ഷൻ തുടങ്ങണ്ടേ എന്നൊക്കെ സാംസ് പറയുന്നു. അങ്ങനെ സാംസ് പോകുന്നുണ്ട്. എന്നാൽ തിരിഞ്ഞ് ഒന്നുകൂടി ഒന്ന് നോക്കുന്നു. ഞാൻ ഒരുപാട് വലിയ വലിയ ഫംഗ്ഷൻസിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ ഇത്തരം സന്തോഷത്തോടെ ഞാൻ ഒരു ചടങ്ങിലും പങ്കെടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് സാംസ്. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം സുജാതയാണെങ്കിൽ വല്ലാത്ത സങ്കടത്തോടെ സോഫയിലിരിക്കുന്നു. വേഷമാറി ജ്യോതി അവിടേക്ക് വന്നു. അമ്മയുടെ അടുക്കൽ ഇരിക്കുകയാണ്. അമ്മയെന്ന് വിളിച്ചപ്പോൾ ദേഷ്യത്തോടെ സുജാത ഇരിക്കുന്നു. സുജാതയുടെ അടുത്തേക്ക് വന്നിരുന്ന് ജ്യോതി പറയുന്നു, സോറി അമ്മേ, ഇന്നലെ ഞാൻ എന്നെ കരഞ്ഞുകൊണ്ട് പറയാൻ തുടങ്ങിയപ്പോൾ സുജാത പറയുന്നുണ്ട്, എന്നോട് ആരും മാപ്പൊന്നും പറയണ്ട, എന്നോട് സംസാരിക്കാൻ വരേണ്ട. അമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് എന്ന് ജ്യോതി. വേണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ നിനക്ക് പറയാനുള്ളത്? കുടിച്ചതിൻ്റെ കാരണോ അതോ ബോധം പോയി വീണതിൻ്റെ കാരണമോ? നീ കരയരുത്, നിന്നെ പോലുള്ളവർക്ക് അത് പറഞ്ഞിട്ടില്ല. നിനക്ക് പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരികളുമായി കറങ്ങി നടക്കുന്നതും മദ്യപിച്ച് വീട്ടിലെത്തുന്നതുമാണല്ലോ. അതാണല്ലോ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ശീലം, അതാണല്ലോ എന്നിൽ നിന്ന് നിനക്ക് കിട്ടിയ സംസ്കാരം. ഇന്നലെ നിന്റെ ഏട്ടൻ പറഞ്ഞു, പെണ്ണായത് കൊണ്ട് അളവിൽ സ്വാതന്ത്ര്യം കൊടുത്തോണ്ട് അമ്മയുടെ മുഖത്ത് കിട്ടിയ അടിയാണ്. അത് ശരിയല്ലേ? മറ്റുള്ള അമ്മമാരെ തല കുനിച്ച് നടക്കാൻ പെൺകുട്ടികളോട് പറയുമ്പോൾ തല നിവർത്തി നടക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും ഒരാൾ തെറ്റായിട്ട് നിന്നെ തൊടുന്നത് കണ്ടാൽ അപ്പോൾ പ്രതികരിക്കണമെന്നും പഠിപ്പിച്ചത് ഞാനല്ലേ? അതൊക്കെ ഞാൻ ചെയ്ത വലിയ തെറ്റുകളാണ് എന്നൊക്കെ പറയുമ്പോൾ ജീവൻ അവിടേക്ക് വരുന്നു. അളവിലാണ് ഞാൻ നിന്നെ സ്നേഹിച്ചു, അതിനെ നീ തിരിഞ്ഞു കൊത്തി, അത്ര തന്നെയെന്ന് സുജാത ദേഷ്യത്തോടെ പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട്, അമ്മേ, ഞാൻ മനഃപൂർവ്വം കുടിച്ചതല്ല, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ. നീ എവിടെയാടി പോയത്? ആരുടെ കൂടെയാ പോയത്? ആരാ ഇതൊക്കെ നിന്നോട് ചെയ്തത് എന്നൊക്കെ ജീവൻ ജ്യോതിയോട് ചോദിക്കുന്നു. മോളെ, നിന്റെ ആങ്ങള എന്നുള്ള നിലയിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളതാണല്ലോ എല്ലാവരുടെയും വിചാരം. അത് ഞാൻ ഇപ്പോൾ തീർത്തു തരാം. നിന്നെ ആരടിച്ചടിച്ചത്? ആരായാലും അവൻ്റെ കുടുംബത്തെ കയറി വെട്ടും ഞാൻ എന്നൊക്കെ ജീവൻ പറയുമ്പോൾ നിത്യയും അവിടേക്ക് വന്ന് ജീവ എന്ന് ഉറക്കെ വിളിച്ചു. അവൾക്ക് അമ്മയോട് പറയാനുള്ളത് അമ്മയോട് പറട്ടെ. അതെന്താ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലെന്ന് ജീവൻ. നിങ്ങളുടെ ചോദ്യത്തിന് ഉദ്ദേശശുദ്ധി ഇല്ലാത്തത് കൊണ്ട് അവൾ അമ്മയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞത്. അവൾ പറയുന്ന കാര്യങ്ങൾ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടാൽ അതോടെ പ്രശ്നം തീരുമല്ലോ. വീണ്ടും ജ്യോതി അമ്മയുടെ കാൽക്കൽ വീണ് കരഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ്. അമ്മേ, അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. അമ്മ എന്നോട് പറഞ്ഞു തന്ന ഒരു കാര്യങ്ങളും ഞാൻ മറന്നു പോയിട്ടുമില്ല, അങ്ങനെ പ്രവർത്തിച്ചിട്ടുമില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ജ്യോതി പറയുന്നു. ഇങ്ങനെ നന്നായിട്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അമ്മയെ നാണം കെടുത്താൻ എനിക്ക് പറ്റില്ല അമ്മേ, എന്നെ വെറുക്കല്ലേ അമ്മേ എന്ന് പറഞ്ഞ് കരയുകയാണ് ജ്യോതി.
അമ്മ എന്നെ വെറുത്താൽ ഞാൻ ചത്തുകളയുമെന്നും ജ്യോതി പറയുന്നു. സത്യമായിട്ടും ഞാൻ ചത്തുകളയുമെന്നും വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുകയാണ് ജ്യോതി. ഇത് കേട്ടപ്പോൾ അമ്മയുടെ മനസ്സലിയുകയാണ്. കരഞ്ഞുകൊണ്ട് ജ്യോതിയെ ചേർത്ത് പിടിച്ചു. എന്നാൽ ജീവൻ ഇതൊക്കെ കണ്ടിട്ട് ദേഷ്യം തന്നെയാണ് വരുന്നത്. ജീവൻ അമ്മയെയും മകളെയും ഒന്ന് നോക്കുന്നു. എടേ കാൽക്കൽ ഇരുന്ന് കരഞ്ഞ് അമ്മയുടെ കണ്ണ് നിറച്ചു. പക്ഷെ എവിടെയാണ് പോയെന്ന് ഇവൾ ഇതുവരെ പറഞ്ഞോ? പറ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് വീണ്ടും ജീവൻ. ദീപയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവരുടെ വീട്ടിൽ വെച്ചായിരുന്നു പാർട്ടി. മദ്യപിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ ശീലമില്ല എന്ന് ഞാൻ പറഞ്ഞു. ആരോ ജ്യൂസിൽ ഞാൻ അറിയാതെ മദ്യം ചേർത്ത് തന്നു. ഞാനത് കുടിച്ചും പോയി. അതാണ് സംഭവിച്ചത് എന്ന് ജ്യോതി പറയുമ്പോൾ ജീവൻ പറയുന്നു. എന്നാൽ അവളുമാരെ ഒന്ന് കാണണമല്ലോ. നിന്നെ ഈ കണ്ടീഷനിൽ ഇറക്കി വിട്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് കൂടെ പോലും വരാൻ വേണ്ടി തോന്നാത്ത അവളുമാരെ എനിക്കൊന്ന് കാണണം എന്ന് ജീവൻ പറയുമ്പോൾ സുജാത പറയുന്നുണ്ട്. അതൊന്നും ചോദിക്കാൻ നീ പോണ്ട. വല്ല പാർട്ടി ഇത്തരം കുസൃതികളൊക്കെ ഉണ്ട്. കൊള്ളാമേ. അപ്പോൾ ഇതിലും കൂടിയ കാര്യങ്ങൾ ഇവളിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അല്ലെങ്കിലും ഞാൻ ചെയ്തത് മാത്രമാണല്ലോ ഇവിടെ തെറ്റ് എന്ന് പറഞ്ഞ് ജീവൻ പോകുന്നു. അമ്മേ എന്നോട് പൊറുക്കമ്മേ. ഇനി അമ്മയോട് പറയാതെ ഞാൻ ഒരിടത്തും പോകില്ല, ഒരു കാര്യവും ചെയ്യില്ല എന്നൊക്കെ ജ്യോതി വീണ്ടും പറയുന്നു. മോള് പ്രായപൂർത്തിയായ കുട്ടിയാണ്. സ്വന്തം തീരുമാനപ്രകാരം എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ ആ ചെയ്യുന്നത് സത്യമായിരിക്കണം, അന്തസ്സുള്ളതായിരിക്കണം. അതൊരിക്കലും മോള് മറക്കാതിരുന്നാൽ മതി. പെണ്ണുങ്ങളെ പറഞ്ഞ് തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ തോൽക്കില്ല എന്ന് പെണ്ണ് സ്വയം തീരുമാനിക്കണം. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് സുജാത പറയുന്നു. എന്നിട്ട് ജ്യോതിയോട് മുറിയിലേക്ക് ചെല്ലാനും പറയുന്നുണ്ട്. നിത്യ സുജാതയെ സമാധാനിപ്പിക്കാൻ അരികിലിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് വീണയുടെ വളകാപ്പ് ചടങ്ങിൽ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണിപ്പോൾ. വീണ സന്തോഷത്തോടെ തന്നെ ഇരിക്കുന്നു. കുറെ ബന്ധുക്കാരൊക്കെ വീണയെ കാണാൻ ചടങ്ങിൽ പങ്കെടുക്കാനുമായി വന്നിരിക്കുന്നു. ഹരി ചടങ്ങ് തുടങ്ങിക്കോളൂ എന്ന് ഹരിയോട് പറയുകയാണ് ഒരു സ്ത്രീ. ഹരി അവിടെ ഇരിക്കുന്ന മാല എടുത്തിട്ട് വീണയുടെ കഴുത്തിലിട്ടോ. ഒട്ടും താല്പര്യമില്ലാതെ ഇരുന്ന് കൊടുക്കുകയാണ് വീണ. പിന്നെ കുറച്ച് മഞ്ഞളെടുത്ത് വീണയുടെ കൈകളിൽ തേക്കുന്നു, കവിളിലും തേക്കുന്നുണ്ട്. ഹരി ഇതൊക്കെ ചെയ്യുന്നത് സന്തോഷത്തോടെയാണ്. പിന്നെ കുപ്പിവളകൾ എടുക്കുന്നു, വീണയുടെ കൈകളിൽ ഇട്ട് കൊടുക്കുകയാണ്. ആ സമയം സാംസ് തൻ്റെ കയ്യിൽ കിടക്കുന്ന ആ വളയിൽ നോക്കുന്നു. സാംസിന്റെ മുഖത്ത് ഇതുപോലെ ഹരി മഞ്ഞൾ തേക്കുന്നതായിട്ടും കയ്യിൽ കുപ്പിവള ഇട്ട് കൊടുക്കുന്നതായിട്ടും സാംസ് സ്വപ്നം കാണുന്നു അവിടെ നിന്നുകൊണ്ട്. പിന്നെ മധുരം കൊടുക്കുന്നതായിട്ടും കാണുന്നു. ശേഷം മാല അണിയിക്കുന്നു. പിന്നീട് സാംസിന്റെ നെറുകയിൽ ഒരു ചുംബനവും കൊടുക്കുകയാണ് ഹരി. ഇതൊക്കെ സ്വപ്നത്തിൽ മാത്രമാണ് കാണുന്നത്. ഇതേ സമയം വീണയ്ക്ക് വളകൾ ഇട്ട് കൊടുക്കുകയായിരുന്നു ഹരി. ശേഷം മധുരം വീണയ്ക്ക് കൊടുത്തു. താല്പര്യമില്ലാതെ വീണ ആ മധുരം കഴിച്ചു. പിന്നീട് വരുന്നത് അമ്മാവനും ഇതുപോലെയൊക്കെ ചെയ്തു. പിന്നീട് വരുന്നത് വീണയുടെ കുഞ്ഞിനെ ഏറ്റെടുക്കാനുള്ള ആ ദമ്പതികളാണ്. ആ സ്ത്രീ വന്ന് ഇതുപോലെയൊക്കെ ചെയ്തു. അതേസമയം അമ്മാവനെയും കൂട്ടി മറ്റൊരാൾ പുറത്തേക്ക് പോകുന്നു. ഈ സമയം സാംസ് അവിടേക്ക് വന്നിട്ട് ഒരു ഗിഫ്റ്റ് തന്നെ കൊടുക്കുകയാണ് വീണയ്ക്ക്. ഇടയ്ക്ക് ഹരിയെ നോക്കുന്നുണ്ടായിരുന്നു. ഹരിയാണെങ്കിൽ പുച്ഛത്തോടെ തിരിഞ്ഞു നിൽക്കുന്നു. എന്നാലും ഇത് കാണുന്നുണ്ടായിരുന്നു. വീണയുടെ കയ്യിലെ ആ വളകൾ ഊരി മാറ്റിയതിനു ശേഷം വീണയുടെ കയ്യിൽ ഒരു സ്വർണ്ണവള ഇട്ട് കൊടുക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ്